നമ്മൾ വീക്കായിരിക്കുമ്പോൾ, ബലഹീനമായിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരാൾക്ക് നമ്മളെ അടിച്ച വീഴ്ത്താൻ പറ്റും. നമുക്ക് എന്തെങ്കിലും തകർച്ചകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ആരെങ്കിലും പറയാണ് ഇതുകൊണ്ടാട്ടോ, ദൈവത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ അയ്യോ അത് അങ്ങനെയാണോ, ആയിരിക്കുമോ, വേഗം വീണുപോവാ ചിന്തയിൽ. നമ്മുടെ ബലഹീനതകൾ അങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഈ തിരുവചന ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. രോഗങ്ങളും തകർച്ചകളൊക്കെ വരുന്നത് ഒരിക്കലും പാപത്തിൻ്റെ ശിക്ഷയല്ല. ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, രക്ഷിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക, നീ അന്ധനായി ജനിച്ചത് നിൻ്റെയോ നിൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമല്ല, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. രോഗങ്ങൾ വരുന്നത്, ദുഃഖങ്ങൾ വരുന്നത്, ദുരിതങ്ങൾ വരുന്നത്, തകർച്ചകൾ വരുന്നത് ദൈവാനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കണം. ഇവിടെ അന്ധന് സൗഖ്യം കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ യേശു നിലത്ത് തുപ്പിക്കൊണ്ട് ആ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞ് കഴുകി അവൻ കാഴ്ചയുള്ളവനായി. സിലോഹ എന്ന് നിങ്ങൾക്കറിയാം, അയക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. അയക്കപ്പെട്ട യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് സൗഖ്യമുള്ളവനായി മാറിയ ആ കുരുടൻ നമ്മുടെ മുമ്പിൽ വലിയ ഒരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ആ ക്ലാസ് ഇതാണ്: ദൈവത്തിൻ്റെ മഹത്വം ഇതാ എന്നിൽ പ്രകടമായിരിക്കുന്നു, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ എനിക്കിതാ പ്രകാശം കാണാനുള്ള കഴിവ് തന്നിരിക്കുന്നു, യേശുവിനെ തിരിച്ചറിയാനുള്ള കഴിവ് തന്നിരിക്കുന്നു.